ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും പ്രഭാത വന്ദനം അറിയിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായമാണ്. ശൗൽ രാജാവിൻ്റെ ആളുകളും അതോടൊപ്പം ദാവീദിൻ്റെ ആളുകളും തമ്മിലുള്ളതായ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുന്നതായി നമ്മൾ കാണുന്നു. 2 കൂട്ടരും യഹൂദരാണെങ്കിലും അവർ തമ്മിലുള്ളതായ ഒരു ശത്രുതയിലേക്ക് അത് വഴിമാറുകയാണ്. ഇതിനിടയ്ക്ക് ദാവീദിന് ഹെബ്രോനിൽ വെച്ച് അദ്ദേഹം 6 ഭാര്യമാരെ സ്വീകരിക്കുകയും അതിൽ നിന്ന് 6 ഭാര്യമാർ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. ദാവീദ് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. പൗരസ്ത്യ സുൽത്താൻമാർ ചെയ്തിരുന്നതായ രീതിയിൽ ബഹുഭാര്യത്വം, ധാരാളം ഭാര്യമാരെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കടന്നു പോകുന്നതായി കാണുന്നു. മാനുഷികമായ ചില ബലഹീനതകൾ. ബഹുഭാര്യത്വം പഴയ നിയമകാലത്ത് അനുവദനീയമാണ്. 2 സ്കൂളുകൾ, 2 റാബിമാരുണ്ടായിരുന്നു എന്ന് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഹില്ലേൽ എന്നും ഷമ്മായി എന്നും പറഞ്ഞ 2 റാബിമാർ. അതിൽ ഹില്ലേൽ സ്കൂളിൻ്റെ അഥവാ ഹില്ലേൽ റാബിയുടെ പഠിപ്പിക്കലനുസരിച്ച് ഏത് കാരണം ചൊല്ലിയും പുരുഷന് ഭാര്യയെ പിടിച്ചുവിടാം, എത്ര ഭാര്യമാരെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ ഷമ്മായി സ്കൂളിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് അത് പാടില്ല. ഒരു പുരുഷന് 1 ഭാര്യ മാത്രം, അല്ലെങ്കിൽ വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പാടില്ല. ഇതായിരുന്നു നമ്മുടെ കർത്താവ് സ്വീകരിച്ചത്. ഈ ഷമ്മായി സ്കൂളിൻ്റെ പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് ഏകഭാര്യത്വത്തെ ശക്തമായി പറയാനുള്ള കാരണം. പക്ഷെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ബഹുഭാര്യത്വം ആയതുകൊണ്ട് ദാവീദും ആ ഇതിൽ പോവുകയാണ്. ഇനി അധികാരവും ധനവും ഒക്കെ മനുഷ്യന് ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ചില മാറ്റങ്ങൾ ദാവീദിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. അദ്ദേഹം ഒരു രാജാവ് ഔദ്യോഗികമായിട്ട് മുഴുവൻ സ്ഥലങ്ങളും കിട്ടിയിട്ടില്ല എങ്കിലും യഹൂദിയായും മറ്റു പ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ അധികാരവും ധനവും ഒക്കെ മനുഷ്യന് വരുമ്പോൾ കൂടുതൽ പൈശാചികമായ പ്രലോഭനങ്ങളിലേക്ക് അവൻ വീണു പോകാൻ സാധ്യത കൂടുതലാണ്. ദാരിദ്ര്യവും കഷ്ടതയുമാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള മുഖാന്തരമായി പലപ്പോഴും ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് ശൗലിൻ്റെ മകൻ ഈശ്ബോശേത്ത് അപ്രാപ്തനായൊരു രാജാവായിരുന്നു. അദ്ദേഹം ദാവീദിന് പകരം അപ്പുറത്ത് രാജാവായിട്ട് വാഴുകയാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ഭരണം നടത്തുന്നതായ ഒരു രീതിയിലേക്ക് വന്നു. പലപ്പോഴും അങ്ങനെയാണ്. നേതൃത്വം നൽകുന്ന ആളുകൾ അതിന് കഴിവില്ലാതിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ആ അധികാരം ഏറ്റെടുത്ത് ഭരണം നടത്തുന്നതായ രീതി അത് മതപരമായാലും ജനാധിപത്യമായാലും എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അബ്നേർ ഈ ശൗലിൻ്റെ മകൻ രാജാവിനേക്കാൾ കുറേ കൂടെ ബുദ്ധിമാനും കുറേ കൂടെ സാമർഥ്യമുള്ളവനും അവന് കഴിവുള്ളവനുമായിരുന്നു. അവൻ ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ദാവീദിനെ മൊത്തത്തിൻ്റെ രാജാവാകാൻ വേണ്ടി ആഗ്രഹിച്ച് ദാവീദിനടുത്ത് വന്ന് ദാവീദിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി അദ്ദേഹം പല കാര്യങ്ങൾ ദാവീദിനോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇത് രാജാവായി അല്ലെങ്കിൽ മറ്റേ രാജാവുമായിട്ട് പിണങ്ങി ദാവീദിനോട് അവൻ വന്ന് കൂടുതൽ കൂറ് പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് ആവശ്യപ്പെടുന്നു, ഇതിനു മുമ്പ് ശൗലിൻ്റെ മകൾ മീഖളിനെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, അവളെ എനിക്ക് തിരിച്ചു വേണം. കാരണം ഞാൻ അത്രമാത്രം ത്യാഗം സഹിച്ചാണ് അവളെ എനിക്ക് ഭാര്യയായിട്ട് ലഭിച്ചത്. 200 പേരെ വധിച്ച് അവളുടെ അഗ്രധർമ്മം കൊണ്ട് കൊടുത്തിട്ടാണ് അന്ന് ശൗൽ അവളെ എനിക്ക് വിവാഹം കഴിച്ചതെന്ന്, അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അബ്നേർ മുഖാന്തരം മീഖളിനെ ദാവീദിന് വീണ്ടും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അത് പക്ഷേ ദാവീദ് വിചാരിച്ച് കാണും ഇത് മുഖാന്തരം
ഇസ്രായേൽ യഹൂദ്യ അല്ലെങ്കിൽ മറ്റു രാജാവിൻ്റെ അവരിൽ നിന്നുമുള്ളൊരു സംയോജനത്തിന് മുഖാന്തരമായി ഭവിക്കുമെന്ന് ദാവീദ് ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇങ്ങനെ സ്വന്തം രാജാവിനെ ചതിച്ച് ദാവീദിനടുത്ത് വന്നവനായ ആ ചതിയനായ അബ്നേറിനെ യോവാബ് വിളിച്ചുകൊണ്ടുപോയി അവൻ്റെ സഹോദരനെ ഇതിനു മുമ്പ് കൊന്നതിൻ്റെ പ്രതികാരമായി കുത്തിക്കൊല്ലുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അത് ഓർത്ത് അവൻ അങ്ങനെ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ് ദാവീദ് ഒരു വലിയ വിലാപം കഴിക്കുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഉപവാസവും വിലാപവും കഴിച്ചു. അത് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ദാവീദിന് പ്രീതി പറ്റാൻ കാരണമായി തീർന്നു. അദ്ദേഹം മുഖാന്തരമല്ല അബ്നേർ മരിക്കാൻ കാരണമായതെന്ന് ലോകം അവരുടെ ആ സമൂഹം അറിയാൻ കാരണമായിട്ട് അത് തീരുകയും ചെയ്തു. അപ്പം അത് ദാവീദിന് കൂടുതൽ പ്രശസ്തിയും ഒക്കെ ഉണ്ടായി. അവന് അനീതിക്ക് കൂട്ടുനിൽക്കുന്നവനല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം അവനെ തിരഞ്ഞെടുത്തുവെന്ന് ജനം കാലക്രമേണ അത് മനസ്സിലാക്കുകയാണ്. ഇത് നിമിത്തം കൂടുതൽ ആളുകൾ ദാവീദിൻ്റെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ അബ്നേറിനെ കുത്തിക്കൊന്ന യോവാബിനെ കുറിച്ച് ദാവീദ് പിന്നെ അവരെക്കുറിച്ച് ശപിക്കുന്നുണ്ട്. അതായത് വടി കുത്തി നടക്കാത്തവൻ നിൻ്റെ ഇടയിൽ ഉണ്ടാകാതെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പ്രാപ്തിയില്ലാത്തവരായ കഴിവില്ലാത്ത ആളുകൾ നിനക്കുണ്ടാവട്ടെ. അതുപോലെ തന്നെ രോഗം, പൗരുഷഹാനി, ആത്മഹത്യ, ദാരിദ്ര്യം, ഇതൊക്കെ ദാവീദ് പറയുന്നതായ ശാപവാക്കുകളിലുണ്ട്. കാരണം തൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായി നിന്നവനെ താൻ അറിയാതെ കൊണ്ടുവന്ന് വധിച്ചതിന് ദാവീദ് പറയുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഈ അധ്യായത്തിൽ ദാവീദിൻ്റെ മാനുഷികമായ ചില ബലഹീനതകളും ചില കുറവുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മാനുഷിക ബലഹീനതകൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാം. എന്നാൽ ആ സമയത്തും ദൈവവുമായുള്ള ഒരു വലിയ ബന്ധമുണ്ടാകുവാൻ നമുക്കിടയായി തീരണം. അപ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കപ്പെടുവാനും നേരായ വഴിയിലൂടെ നമുക്ക് പോകുവാനും നമുക്ക് സാധിക്കുന്നത്. ശ്രീഹ പറഞ്ഞതുപോലെ ജഡം, ലോകം, പിശാചുവും മൂന്നുള്ള പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. സത്യവും അസത്യവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിൽ, വിശ്വാസവും അവിശ്വാസവും തമ്മിലൊക്കെ വലിയ സംഘർഷം ഈ ഭൂമിയിലുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെ പ്രാർത്ഥനയുടെ ശക്തിയാലും ദൈവശക്തിയാലും അതിജീവിക്കാൻ നമുക്കിടയാകണം. ദാവീദിൻ്റെ ജീവിതത്തിലെ നല്ല വശങ്ങളും ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നല്ലതിനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.